മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകരന്റെ പുസ്തക പ്രകാശന വേദിയിൽ ഇടത് സർക്കാരിനെ കരിനിഴലിലാക്കിയും വിമർശിച്ചും ഉദ്യോഗസ്ഥർ. വൈദ്യുതി നിയന്ത്രണത്തിലെ LDF സർക്കാരിന്റെ വാദം തെറ്റാണെന്ന് ബിജു പ്രഭാകരന്റെ കുറ്റപ്പെടുത്തൽ. അഴിമതിക്കായി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ അവിഹിത കൂട്ടുകെട്ടുണ്ടെന്ന് മുൻ DGP A ഹേമചന്ദ്രൻ IPS കുറ്റപ്പെടുത്തി. കേരളത്തിൽ നടക്കുന്നത് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള അഴിമതിയാണെന്ന് സസ്പെൻഷനിൽ തുടരുന്ന പ്രശാന്ത് നായർ IAS കുറ്റപ്പെടുത്തി. പ്രകാശനത്തിന് മുമ്പ് തന്നെ ഏറെ ചർച്ചയായ മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകരന്റെ നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് വിമർശനങ്ങൾ ഉയർന്നത്. വേദിയിൽ വെച്ച് സർക്കാരിന്റെ അവകാശവാദങ്ങളെ ശക്തമായി എതിർത്ത ബിജു പ്രഭാകർ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഇല്ലായിരുന്നുവെന്നത് തെറ്റായ പ്രചാരണമാണെന്ന് വേദിയിൽ തുറന്നടിച്ചു. കൂടാതെ തനിക്ക് താൽപര്യം കോൺഗ്രസ് പാർട്ടിയോടാണെന്നും ഇത്തവണ കായംകുളത്ത് തനിക്ക് സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. ഞാൻ ഇലക്ഷൻ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടിരുന്നാണ്. എൻ്റെ അടുത്ത് ട്രാൻസ്മിഷൻ ഡയറക്ടർ വന്നിട്ട് ചോദിക്കും, സാറേ ഇന്ന് വൈദ്യുതിയുടെ ഷോർട്ടേജ് ഉണ്ട്, എന്ത് ചെയ്യണം? ആരും അറിയാത്ത രീതിയിൽ നമുക്ക് ലോഡ് ഷെഡ് ചെയ്യാം. ഞാൻ എത്രയോ പ്രാവശ്യം ഈ വേനൽക്കാലത്തും അല്ലാതെയും ചെയ്തിട്ടുണ്ട്. ഈ 10 വർഷമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ളൊരു നറേറ്റീവാണ്. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു നല്ല മിനിസ്റ്റർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB-യിലെ എഞ്ചിനീയർമാരാണ് ഇതിനു വേണ്ടി. നിങ്ങൾ നോക്ക്, KSEB-യിലെ എന്തുകൊണ്ടാണ് ഈ ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് 2200 മെഗാവാട്ട് ഹൈഡൽ പ്രോജക്ട്സ് ഉണ്ട്. 2200 മെഗാവാട്ട് ഹൈഡൽ പ്രോജക്ട്സ് ഉണ്ട്. പക്ഷേ 24 മണിക്കൂറും 365 ദിവസവും വർക്ക് ചെയ്യുന്ന എത്ര ഹൈഡൽ പ്രോജക്ട്സ് ഉണ്ട്? ഇതെല്ലാം മഴ വരുന്ന പ്രവർത്തിക്കുന്നതാണ്. 72 മെഗാവാട്ട് മാത്രമേ വിൻഡ് എനർജി ഉള്ളൂ. അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ അഴിമതിക്കായി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലങ്ങളിൽ അവിഹിത കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നുവെന്നും ഈ കൂട്ടുകെട്ടിന്റെ കാലക്രമേണയുള്ള വളർച്ചയിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഒറ്റപ്പെട്ടു പോകുന്നുവെന്നും ചടങ്ങിൽ പങ്കെടുത്ത മുൻ DGP A ഹേമചന്ദ്രൻ IPS ആരോപിച്ചു. കേരളീയ സമൂഹത്തിൽ തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അത് വളരെ മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിലും അത് സൂചിപ്പിക്കുന്നുണ്ട് പല സ്ഥലത്തും. കാരണം എല്ലാ അഴിമതിയും സംഭവിക്കുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അവിഹിത ബന്ധത്തിലൂടെയാണ്. സർക്കാരിന്റെ ഭാഗമായ ഉദ്യോഗസ്ഥർക്ക് സംസാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നായിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത് സസ്പെൻഷനിലുള്ള പ്രശാന്ത് IAS വേദിയിൽ വെച്ചുള്ള പ്രധാന ആരോപണം. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സംസാര സ്വാതന്ത്ര്യം ലഭിച്ചാൽ പല മേഖലകളിലും മാറ്റങ്ങൾ വരുമെന്നും കേരളത്തിൽ നടക്കുന്നത് കമ്മീഷൻ അടിസ്ഥാനത്തിലുള്ള അഴിമതിയെന്നും പ്രശാന്ത് നായർ പറഞ്ഞു. സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിനെ മൈ പെറ്റ് തീം ആർട്ടിക്കിൾ 19(1)A പ്രകാരം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള സംസാര സ്വാതന്ത്ര്യം ഒരു സിവിൽ സർവന്റ് ആയതുകൊണ്ടോ ഒരു ഗവൺമെന്റ് സർവന്റ് ആയതുകൊണ്ടോ നഷ്ടപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു മേഖല ഒഴിച്ച് പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഉണ്ടല്ലോ, അത് പോലീസിന്റെ കീഴിലുണ്ട്, എക്സൈസിന്റെ കീഴിലുണ്ട്. അവിടെ വരുന്ന ഒരു ഇൻഫർമേഷൻ ഒഴിച്ച് ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു കാര്യവും ആരും അറിയേണ്ടതായിട്ട് അല്ലെങ്കിൽ അറിയാൻ പാടില്ലതായിട്ട് ഒന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ലൈവ്. റവന്യൂ, പൊതുമരാമത്ത്, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ നിർണായക വകുപ്പുകളിൽ ചുമതല വഹിച്ചിരുന്ന മുൻ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകർ പുസ്തകത്തിലൂടെ താൻ നേർസാക്ഷിയായ പകൽക്കൊള്ളകളും അട്ടിമറികളും വെളിപ്പെടുത്തുന്നു എന്ന നിലയിലാണ് പ്രകാശനത്തിന് മുമ്പ് തന്നെ പുസ്തകം ചർച്ചയായത്. ജനം, തിരുവനന്തപുരം.